കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരിൽ കാണുന്ന മുട്ടുവേദന അല്ലെങ്കിൽ സന്ധിവേദന എന്ന് പറയുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ അത്രയും പ്രായമല്ലാണ്ട് യങ് ഏജിൽ തന്നെ ഈ കാരണമില്ലാത്ത തരത്തിലുള്ള ഒരു മുട്ടുവേദനയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സന്ധിവേദനയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുന്നത് കൊണ്ടാണ്. ചില ആളുകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തള്ളവിരലിൽ ഈ പറഞ്ഞ പോലത്തെ വേദനയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്തെങ്കിലും ഒരു മുഴ പോലെ കാണുക, അങ്ങനത്തെ ചില ആൾക്കാരുടെ ഇതിൽ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അത്തരം പ്രശ്നങ്ങൾ ഗൗട്ട് എന്ന് പറയും. ഈ യൂറിക് ആസിഡ് കൂടുതലായിട്ടുള്ള പ്രശ്നം കൊണ്ട് വരുന്ന ഒരു കാരണമാണ്. കൂടുതലായിട്ടും ചെറിയ ജോയിൻറ്റുകളെയാണ് ബാധിക്കുന്നത്. കാലിലും കയ്യിലും വിരലുകളുടെ ജോയിൻറ്റ്, അതേപോലെ ആങ്കിൾ ജോയിൻറ്റ്, നമ്മുടെ റിസ്റ്റ്, കൈത്തണ്ട, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ബാധിക്കാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഒരു കാരണമില്ലാത്ത ഒരു ടൈപ്പ് സന്ധിവേദന വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും യൂറിക് ആസിഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ ആറയും ഇതേപോലെ തന്നെ ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയും, ആ തരത്തിലുള്ള പ്രശ്നവും അല്ലെങ്കിൽ ആ വാദവും ഇതേപോലെ ചെറിയ ജോയിൻറ്റുകളെയാണ് അഫക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിലും യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉണ്ടോ, യൂറിക് ആസിഡ് കൂടുതലാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എന്താണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്, ഇതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ഇത് ഈ ജോയിൻറ്റ് പെയിനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ, എന്തൊക്കെ ഫുഡ്സ് നമുക്ക് ഈ യൂറിക് ആസിഡ് വരുന്നവർക്ക് അവോയ്ഡ് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ പ്യൂരിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ്റെ മെറ്റബോളിസം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വേസ്റ്റാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അത് സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ യൂറിക് ആസിഡിൻ്റെ അളവ് കാലക്രമേണ കൂടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പരിധിയിലും വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ചില ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് കാലിൻ്റെ തള്ളവിരലിലായിരിക്കും. അവിടെ അസഹനീയമായിട്ടുള്ള ഒരു വേദന, പെട്ടെന്നുണ്ടാവുന്ന ഒരു വേദന, അല്ലെങ്കിൽ ഈ കുത്തുന്ന ടൈപ്പ് പോലത്തെ ഒരു വേദന, അങ്ങനത്തെയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും യൂറിക് ആസിഡിൻ്റെ പ്രശ്നമായിരിക്കും. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെയുള്ള ജോയിൻസിനെ ഇത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ മുട്ടുവേദന ആണെങ്കിൽ പോലും ചിലപ്പോൾ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം കൊണ്ട് വരാറുണ്ട്. ഇത്തരം പെയിനിൻ്റെ കൂടെ തന്നെ അവർക്ക് ആ ഭാഗത്തൊരു വീക്കം പോലെ അനുഭവപ്പെടുക, അല്ലെങ്കിൽ തൊടുമ്പോൾ തന്നെ നല്ല പെയിനുള്ള പോലെ തോന്നുക, അല്ലെങ്കിൽ രാത്രിയിലോ അല്ലെങ്കിൽ പുലർച്ചയിലോ ഒക്കെ ആയിരിക്കും അവർക്ക് ഈ വേദന കൂടുതലായിട്ടുണ്ടാവുക, സഹിക്കാൻ പറ്റാത്തൊരു വേദന. അതേപോലെ തന്നെ അവിടെ തൊടുമ്പോൾ ഒരു ചൂട് പോലെ അനുഭവപ്പെടുക, ഒരു ചുമന്നിരിക്കുക, ഒരു റെഡ്നെസ് പോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഗൗട്ടിൻ്റെ ഒരു സിംറ്റമായിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഇനി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഈ എക്സ്ട്രാ ഉള്ള യൂറിക് ആസിഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയാണ് പുറന്തള്ളുന്നത്. കുറച്ചൊക്കെ മലത്തിലൂടെ പുറത്തേക്ക് പോവും. അപ്പോൾ ഈ കിഡ്നിക്ക് അധികമായിട്ടുള്ള യൂറിക് ആസിഡ് പുറത്ത് തള്ളാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലാണ് അത് നമ്മളുടെ ഈ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിൽ തന്നെ അടിഞ്ഞുകൂടുക. അപ്പോൾ മെയിനായിട്ടും ഇത് ആദ്യം പോയി അടിഞ്ഞുകൂടുന്നത് ഈ പറഞ്ഞ പോലെ തള്ളവിരലായിരിക്കും. ക്രിസ്റ്റൽ ഫോമിലാണ് അടിഞ്ഞുകൂടുക. അപ്പോൾ ഈ ക്രിസ്റ്റൽസ് ഇങ്ങനെ കൂടിയിട്ടാണ് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ നോഡ്യൂൾസ് അല്ലെങ്കിൽ മുഴ പോലെ ഉണ്ടാവുന്നത്. അതേപോലെ ഇനി ഇത് സന്ധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ഈ യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ട് ചില ആൾക്കാർക്ക് കിഡ്നി സ്റ്റോൺ വരാറുണ്ട്. അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ട് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും പുറകു ഭാഗത്താണ് വേദന ഉണ്ടാവുക. ഏതെങ്കിലും ഒരു സൈഡിൽ, ബാക്ക് സൈഡിൽ നടുവിൻ്റെ ഭാഗത്തായിരിക്കും വേദന ഉണ്ടാവുക, ഏതെങ്കിലും ഒരു സൈഡിൽ. അതേപോലെ യൂറിൻ പോകുന്ന സമയത്ത് വേദന ഉണ്ടാവുക, യൂറിൻ പോകുന്ന ടൈമിൽ എരിച്ചിലുണ്ടാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നമായിരിക്കും. ഇനി അതേപോലെ യൂറിക് ആസിഡ് കൂടുതലുള്ള ആൾക്കാർക്ക് ഈ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം യൂറിക് ആസിഡും ഹൈപ്പർ ടെൻഷനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഈ യൂറിക് ആസിഡ് കൂടുതലുള്ള ആൾക്കാർക്ക് ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പഠനങ്ങളിൽ തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസിൻ്റെ ഒക്കെ ഈ പുറമേയുള്ള വാള് ഈ പറഞ്ഞ പോലെ കേടാവാനോ അതേപോലെ ഈ കൊഴുപ്പടിഞ്ഞു കൂടാനോ അതുവഴി ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാനും കൂടെ യൂറിക് ആസിഡ് കാരണമാവുന്നുണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാതെ വെക്കുകയാണെങ്കിൽ വരാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുട്ടുവേദന. അപ്പോൾ നമ്മൾ മുട്ട് എന്ന് പറയുന്നത് വലിയ ജോയിൻ്റ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോഴും ഉള്ള പോലെ അല്ലാതെ പെട്ടെന്നുള്ള ഒരു വേദന കാണുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തേയ്മാനം കൊണ്ടായിരിക്കില്ല, യൂറിക് ആസിഡിൻ്റെ കൂടുതലായതുകൊണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലാണ് നമുക്കത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ തേയ്മാനമാണോ അല്ലെങ്കിൽ ഇതാണോ പ്രശ്നം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി യൂറിക് ആസിഡ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നമ്മൾ
എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നവ അല്ലെങ്കിൽ ഏറ്റവും ഒഴിവാക്കണം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മൾ ഈ ചിക്കനും ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് അതിലെ ഓർഗൻസ് നമ്മൾ കഴിക്കുമല്ലോ. അത് ഈ ചിലർ ഹാർട്ട്, ലിവർ, തലച്ചോറ് അങ്ങനത്തെ ഒക്കെ ഓർഗൻസ് കഴിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്യൂരിൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത്. പിന്നെ നല്ല റെഡ് മീറ്റുകൾ, അതിൽ ഈ പറഞ്ഞ പോലെ ബീഫായാലും മട്ടനായാലും പോർക്കായാലും അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ടും ഈ യൂറിക് ആസിഡ് ഉള്ളവർ മുഴുവനായിട്ട് ഒഴിവാക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ മീനുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ ചെമ്മീൻ, പിന്നെ ഞണ്ട് അങ്ങനത്തെ ഷെല്ലുള്ള ഐറ്റംസാണ് കൂടുതലും മറ്റുള്ള ഫിഷുകളെക്കാട്ടിലും പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഇലക്കറികൾ നമ്മൾ നല്ലതാണെന്ന് പറയുമെങ്കിലും അതിലും ഈ പറഞ്ഞ പോലത്തെ പ്യൂരിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അത് കൂടുതലായിട്ടും കഴിക്കുന്ന ആൾക്കാർക്ക് മീൻസ് യൂറിക് ആസിഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രക്ടോസ് കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഫുഡ്സാണ്. അതിൽ നമ്മൾ കോമൺ ആയിട്ടും പഴങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പാക്ക്ഡ് ജ്യൂസുകളൊക്കെയാണ്. ഈ പഴത്തിൻ്റെ ചാറ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഴത്തിൻ്റെ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിൽക്കുന്ന ജ്യൂസിൽ ഈ പറഞ്ഞ പോലെ ഷുഗർ കണ്ടൻറ്റും ഫ്രക്ടോസ് കണ്ടൻറ്റൊക്കെ നമ്മൾ കരുതുന്നതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അത്തരം ഫുഡ്സൊക്കെ കൂടുതലായിട്ടും ഈ ആൾക്കാർ ഒഴിവാക്കണം. കാരണം ഈ പറഞ്ഞ പോലെ ഫ്രക്ടോസിൻ്റെ കറക്റ്റായിട്ടുള്ള മെറ്റബോളിസം നടക്കാതിരുന്നാലും യൂറിക് ആസിഡ് കൂടുതലായിട്ടും അടിഞ്ഞുകൂടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഒന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മദ്യം, അങ്ങനത്തെ ലഹരി ഉൽപ്പന്നങ്ങളാണ്. ഈ മദ്യമൊക്കെ കുടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ യൂറിക് ആസിഡ് കറക്റ്റായിട്ട് കിഡ്നിക്ക് പുറന്തള്ളാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവും. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ലിസ്റ്റിൽ പെടുന്ന ഒന്നാണ്. ഇനി അടുത്ത നമുക്ക് മിതമായിട്ടും ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം പ്രശ്നമില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തേതായിട്ട് പറയാനുള്ളത് കോഴിയിറച്ചിയാണ്. എന്ന് വെച്ചാൽ ചിക്കൻ്റെ മീറ്റ് നമുക്ക് കഴിക്കാം. അതിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും കഴിക്കാതിരിക്കുക, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. അതിൽ നല്ലൊരു മീറ്റ് പോർഷനാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ചില പയർവർഗ്ഗങ്ങളാണ്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചെറുപയർ, കടല, വൻപയർ അങ്ങനത്തെയൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നത് ഒന്നുകൂടെ നല്ലതാണ്. മുളപ്പിച്ച് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ യൂറിക് ആസിഡിൻ്റെ പെട്ടെന്ന് കൂടാതിരിക്കാനായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചില പച്ചക്കറികൾ അതിൽ നോക്കുകയാണെങ്കിൽ ചീര, അതേപോലെ ബ്രൊക്കോളി, കോളിഫ്ലവർ, മഷ്റൂം ഇതൊക്കെ യൂറിക് ആസിഡ് കൂട്ടെങ്കിലും അധികം ഫാസ്റ്റായിട്ട് കൂട്ടാത്ത ടൈപ്പ് ഫുഡുകളാണ്. ഇനി യൂറിക് ആസിഡിൻ്റെ അളവ് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഉള്ളവർക്ക് അത്യാവശ്യത്തിന് നന്നായിട്ട് കഴിക്കാൻ പറ്റും എന്നുള്ള ഫുഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ്. അതിൽ പഴങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച്, നെല്ലിക്ക, അതേപോലെ നാരങ്ങ അങ്ങനത്തെ ഫുഡ്സൊക്കെ യൂറിക് ആസിഡിനെ പുറന്തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി വേറെ നോക്കുകയാണെങ്കിൽ തവിടുള്ള ധാന്യങ്ങൾ, അതെന്ന് വെച്ചാൽ തവിടുള്ള അരി, അതേപോലെ ബാർലി, ഗോതമ്പ് അങ്ങനത്തെ ഫുഡ്സൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ടും സഹായിക്കും. അതേപോലെ തന്നെ അടുത്ത നോക്കുകയാണെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള പാലുൽപ്പന്നങ്ങളാണ്. അതിൽ ഈ പറഞ്ഞ പോലെ പാല്, തൈര്, മോര് അങ്ങനത്തെ ഫുഡ്സൊക്കെ അധികമായിട്ട് കഴിക്കുന്നത് യൂറിക് ആസിഡിനെ പുറന്തള്ളാനായിട്ട് സഹായിക്കും. ഇനി വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറി ഐറ്റംസ് കൂടുതൽ ഈ ബ്ലൂബെറി, റാസ്ബെറി എന്നുള്ളത് നമുക്ക് കൂടുതലും കിട്ടാത്തതാണ് എങ്കിലും അങ്ങനത്തെ ഫുഡ്സ് കിട്ടുകയാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ജോയിൻസിലുള്ള വീക്കം കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇത്തരം ഫുഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂറിൻ ത്രൂ തന്നെ നമുക്ക് ഈ യൂറിക് ആസിഡിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാം, പുറത്തേക്ക് തള്ളാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞതല്ലാത്ത ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതേപോലെ കോഫി ഐറ്റംസ് നോക്കുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ അധികം പാല് ചേർക്കാത്ത കോഫി ആണെന്നുണ്ടെങ്കിലും യൂറിക് ആസിഡിനെ പുറന്തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരം ഫുഡ്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഫുഡ്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനും അതേപോലെ ഇൻക്ലൂഡ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.